ഉഷാ ഹസീന എന്ന നടിയെ താങ്കൾക്കറിയാമല്ലോ. അവർ വന്ന് പറഞ്ഞത്, അവർ നേരത്തെ തന്നെ 92-ൽ തന്നെ അവർ പറഞ്ഞ ഒരു വാചകം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കിടക്കുന്നുണ്ട്. തനിക്കുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് ഇന്നല്ല, 2024 1992 അവർ സിനിമയിൽ ആക്റ്റീവ് ആയിരുന്ന സമയത്ത് കൊടുത്ത ഒരു പ്രതികരണം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഞാൻ കണ്ടിരുന്നു. സ്ത്രീപക്ഷത്ത് നിൽക്കണം എന്ന് നമ്മളെല്ലാവരും പറയുമ്പോൾ ജോമോൾ എന്ന ഒരു നടി, അവർ പറഞ്ഞതുപോലെ തന്നെ അവരും പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ടുള്ള നടിയാണ്. ഒരു താരസംഘടനയുടെ ഭാരവാഹിയായി വരുമ്പോൾ, ഒരു എക്സിക്യൂട്ടീവ് അംഗമായിരിക്കുമ്പോൾ സ്ത്രീകൾ അവർ നേരിട്ട പീഡനത്തെക്കുറിച്ച്, കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് ഒക്കെ അനുഭവങ്ങൾ വിവരിച്ച, തെളിവുകൾ കൊടുത്ത ഒരു കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഈ ഇൻഡസ്ട്രിയിൽ ഇല്ല എന്ന് ചേർത്ത് വെക്കാൻ ശ്രമിക്കുന്ന അവരെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? അവരും വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന ഒരു സമീപനമല്ല. ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊതുവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ലല്ലോ. ഇൻസെൻസിറ്റീവ് ആയി പോയില്ലേ ശ്രീ ജയൻ ചേർത്തല ജോമോളുടെ പ്രതികരണം? ജനറലൈസ് അത് അല്ല, അത് നിങ്ങളുടെ കാഴ്ചപ്പാടിനെ, അത് ഒരു പത്രസമ്മേളനം നടക്കുമ്പോൾ ഒരു കോമൺ ഇഷ്യൂവിനെ പറ്റി സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു വാചകം വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ജനറലൈസ് ചെയ്ത് പറയുന്നത് ന്യായമല്ല, ശരിയാണ്. പക്ഷേ ഞാനതല്ലേ പറഞ്ഞത്, കാരണം ആ കുട്ടിയുടെ തോട്ട് പ്രോസസ്സ് എന്തായിരുന്നു എന്ന് എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് മോശമല്ലേ? കാരണം അത് എന്തുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞതെന്നുള്ളത് ആ കുട്ടിയോട് ചോദിച്ചറിയുന്നതാണ് നല്ലത്. കാരണം ഞാനിതിനകത്ത് അവരെ ഒരു വിധത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനോ, ഞാൻ അല്ലെങ്കിലും ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ, എൻ്റെ നേച്ചർ അത് തന്നെയാണ്. എനിക്ക് പറയാനുള്ളത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയും. മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ അവരെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യാനോ നമ്മൾ പൊതുവേ ശ്രമിക്കാറില്ല. കാരണം അതുകൊണ്ട് ആ കുട്ടിയോട് ചോദിച്ചറിയുന്നതാണ്. ഓക്കെ, അത് ശരിയാണ്. നമുക്ക് ജോമോളോട് തന്നെ ചോദിക്കാം. ആ കാര്യം ജോമോളോട് ചോദിക്കണമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നതും. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, അതായത് ഈ 19-ാം തീയതി, അതെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ശ്രീ ജയൻ ചേർത്തല, 19-ാം തീയതിയാണല്ലോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത്. അത് കഴിഞ്ഞ് ഈ താരസംഘടനയുടെ കീഴിൽ നടക്കുന്ന മഴവിലഴകിൽ അമ്മ എന്ന ഷോയുടെ റിഹേഴ്സലൊക്കെ ആയിരുന്നു. ആ റിഹേഴ്സലൊക്കെ കഴിയട്ടെ, പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മിതമായി സംസാരിക്കുന്ന, വളരെ ജെനുവിൻ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു സിദ്ദിഖിനെയാണല്ലോ നമ്മൾ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. അതായത് വളരെ സോഫ്റ്റ് സ്പോക്കണായി ഈ വിഷയത്തിൽ നമ്മൾ അവർക്കൊപ്പമാണ് എന്ന് കാണിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് പോലെയല്ല, അദ്ദേഹത്തിന് നന്നായി അഭിനയം അറിയാം എന്ന് വ്യക്തമാക്കുന്ന ഒരു വാർത്താ സമ്മേളനമായിരുന്നല്ലോ ശ്രീ ജയൻ ചേർത്തല നമ്മൾ കണ്ടത്. വാർത്താ സമ്മേളനത്തിന് മുമ്പ് കടന്നിടന്നിട്ട് പറയണം, ഈ 2019-ാം തീയതി ഈ റിപ്പോർട്ട് വരുമ്പോൾ ഇതിന് ഒരു പ്രതികരണം അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് ആദ്യം പറഞ്ഞയാൾ, നിങ്ങൾക്ക് അമ്മയിൽ ആരോട് വേണേൽ ചോദിക്കാം, ക്യാമറ സാക്ഷി നിർത്തിയപ്പോൾ ആദ്യം പറഞ്ഞ ആൾ ഞാൻ തന്നെയാണ്. അതിനെ അന്നേരം ലാലേട്ടൻ പറഞ്ഞു, ജയം പറഞ്ഞ ശരിയാണ്, നമ്മൾ പ്രതികരിക്കണം എന്ന് പറയുന്നു. ഞാൻ കണ്ടതാണ് അത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ജഗദീശേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞു, നമുക്കൊന്നുകൂടെ ഒന്ന് ആലോചിച്ച് അതെന്താണെന്ന് പഠിച്ചിട്ട് നമുക്ക് പ്രതികരിക്കാം. കാരണം മണ്ടത്തരങ്ങളും വിവരക്കേടുകളും പോയി ചാനലിൻ്റെ മുമ്പിൽ നമ്മൾ പറയുന്നത് എന്താണ് ആ റിപ്പോർട്ടിലുള്ളത് അത് സത്യമാണ്. എനിക്കപ്പോൾ തോന്നി, ഞാൻ അഡമൻ്റായിട്ട് പറഞ്ഞു നമുക്കിത് ആദ്യം പ്രതികരിക്കണം. അന്നേരം അവിടെ വന്ന ഫെഫ്കയുടെ ഭാരവാഹിയായ ഒരു മിനിറ്റ്, എൻ്റെ ഹെഡ്ഫോണൊന്ന് വെച്ചോട്ടെ, ഇയർഫോണൊന്ന് വെച്ചോട്ടെ. അപ്പോൾ അവിടെ വന്ന ആ റിഹേഴ്സൽ കാണാൻ വന്ന ഉണ്ണികൃഷ്ണൻ ഡയറക്ടർ, അദ്ദേഹവും പറഞ്ഞു ജയൻ പറഞ്ഞ ശരിയാണ്, നിങ്ങൾ ഉടനെ പ്രതികരിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ അമ്മയിൽ തന്നെ മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അവർ പറഞ്ഞു നമുക്കിത് പഠിക്കാതെ പറയാൻ പറ്റില്ല, നമുക്കിത് എന്താണെന്നറിയില്ല. സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് കൃത്യമായി ആരും, ഞാനുൾപ്പെടെയുള്ളവർ അറിഞ്ഞിരുന്നില്ല എന്നുള്ളൊരു സത്യമാണ് അന്നത്തെ അവസ്ഥ. അപ്പോൾ ജഗദീശൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു നമ്മളിത് ശരിക്കും പഠിക്കാതെ നമ്മൾ എന്തെങ്കിലും പറയരുത്, അത് കോമാളിത്തരമായിപ്പോവും, അത് തെറ്റാണ്. അപ്പം ഞാൻ ആലോചിച്ചു, ഞങ്ങളെല്ലാവരും ആലോചിച്ചു, ശരി ആയിക്കോട്ടെ. അങ്ങനെയാണ് നമുക്കത് പഠിച്ചതിന് ശേഷം ഈ ഷോ 17-ാം തീയതി തൊട്ട് റിഹേഴ്സൽ തുടങ്ങി. ആരുടെയും മൊബൈൽ പോലും ഓണല്ല, എല്ലാം ഓഫ് ചെയ്ത് വെച്ചിരിക്കുക ഞങ്ങളെപ്പോലുള്ള എല്ലാവരുടെയും. 20-ാം തീയതിയും 21-ാം തീയതി ഷോ കഴിഞ്ഞ് 21-ാം തീയതി രാത്രി എന്ന് പറഞ്ഞാൽ 22-ാം തീയതി വെളുപ്പിന് 1:30 മണിക്കാണ് ഈ ഷോയുടെ ഷൂട്ടിംഗ് കഴിയുന്നത്. ആ സമയത്ത് നമ്മൾ തീരുമാനമല്ല, ആ സമയത്ത് പോയി കിടന്ന് ഉറങ്ങുന്നു. പിറ്റേ ദിവസം നമ്മൾ ഇതിനെക്കുറിച്ചൊരു തീരുമാനത്തിലെത്താം എന്ന് നിൽക്കുന്ന സമയത്താണ് ഞാനാണ് അതിൻ്റെ അടുത്ത ദിവസം വന്നിട്ട് എൻ്റെ അറിവ് വെച്ചിട്ട് ഞാനത് വായിച്ച് മനസ്സിലാക്കിയത് വെച്ചിട്ട് ആദ്യത്തെ ഇൻ്റർവ്യൂ എനിക്ക് തോന്നുന്നു എൻ്റെ ഈ നാട്ടിൽ തന്നെയാണ് ഒരു ഓൺലൈൻ ചാനലുകാർ ഇവിടെ വന്നിട്ടാണ് പ്രതികരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടും ഞാൻ പറഞ്ഞു ഇനിയും വൈകിയാൽ ഇത് അപകടമാണ്, ഇത് ശരിയല്ല, മര്യാദയല്ല എന്ന് പറഞ്ഞതിനെ തുടർന്നിട്ടാണ് പിന്നെ നമ്മൾ അന്നത്തെ ദിവസം അടുത്ത ദിവസം ഉച്ചയ്ക്ക് ഞാൻ വീണ്ടും എറണാകുളത്ത് വെച്ച് ഞാൻ നിങ്ങൾ മാധ്യമക്കാരെ കാണുന്നു. അപ്പോഴും വേറെ ആരും കണ്ടിട്ടില്ല. നിങ്ങൾ ആലോചിക്കണം, തലേന്ന് വൈകിട്ട് ഓൺലൈൻ ചാനലിൽ ഞാൻ മാത്രമാണ്. ഞാൻ അപ്പോഴും പറഞ്ഞു വേട്ടക്കാർക്കൊപ്പം നിൽക്കില്ല, അമ്മ ഇരക്കൊപ്പമേ നിൽക്കൂ, ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായാലും ഞാൻ ഫൈറ്റ് ചെയ്യുമെന്ന് ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. അടുത്ത ദിവസം കലൂർ സ്റ്റേഡിയത്തിൻ്റെ മുൻപിൽ എല്ലാ പത്രക്കാരെയും നിർത്തിക്കൊണ്ട് അവിടെയും ഞാൻ പ്രതികരിച്ചു. ആ സെക്കൻഡ് വരെ അമ്മയിൽ വേറെ ആരും പ്രതികരിച്ചിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കണം. അതിനുശേഷമാണ് ഉച്ചയ്ക്ക് പത്രസമ്മേളനം നടക്കുന്നു. ആ പത്രസമ്മേളനം നടക്കുമ്പോൾ പത്രസമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറിക്ക് പറയാനുള്ള കാഴ്ചപ്പാടുകളിലാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അമ്മയുടെ ഭാരവാഹി എന്നുള്ള ലെവലിൽ നമ്മളും പ്രസൻറ്റാണ്. അതിനുശേഷമാണ് ജഗദീശേട്ടൻ പ്രതികരിക്കുന്നത്. ഇത്
കോർത്തിണക്കി വന്നു കഴിഞ്ഞാൽ ആദ്യം തൊട്ട് പ്രതികരിക്കണം എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും എൻ്റെ കൃത്യമായി എൻ്റെ കാഴ്ചപ്പാടുകൾ പുറത്തു പറയുകയും ചെയ്ത ആൾ തന്നെയാണ് ഞാൻ ഇതിനെ വെച്ച് താമസിപ്പിക്കുന്നതിനെ ഒരിക്കലും അനുകൂലിക്കാത്ത ആളാണ്. അമ്മയുടെ ഇന്നിപ്പം ചാനലിൽ എഴുതി വരുന്നുണ്ട്, ജയൻ പറഞ്ഞു അമ്മയുടെ പ്രവർത്തനങ്ങൾ അമ്മയുടെ തീരുമാനങ്ങൾ വൈകി പോകുന്നതിൽ തെറ്റാണെന്ന്. ഞാൻ എന്നും അതിനോടൊപ്പം നിൽക്കുന്ന ആളാണ്. അമ്മയുടെ തീരുമാനങ്ങൾ, അമ്മയിൽ വരുന്ന പരാതിയായാലും അമ്മയിൽ വരുന്ന ലെറ്റേഴ്സിനായാലും അമ്മയിൽ അംഗങ്ങൾ വന്ന് പറയുന്ന അവരുടെ അതിനെതിരെ ഈ പ്രതികരണം എന്ന് പറയുമ്പോൾ നോക്കൂ, ഇന്ന് ഓഗസ്റ്റ് മാസം 25-ാം തീയതിയായി. 19-ാം തീയതിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ ഈ താരസംഘടനയുടെ മഴവിലഴകിൽ അമ്മ ഷോയുടെ റിഹേഴ്സൽ, അതിൻ്റെ ചിത്രീകരണം അതെല്ലാം പൂർത്തിയായി. അതിനുശേഷവും ദിവസങ്ങൾ കഴിഞ്ഞല്ലോ. പ്രസിഡന്റ് എവിടെയാണ്? അദ്ദേഹത്തിന് ഇടയ്ക്ക് എന്തോ അസുഖമായിരുന്നു എന്ന് കേട്ടു. പ്രസിഡന്റായ മോഹൻലാൽ എവിടെയാണ്? എന്തുകൊണ്ടാണ് അദ്ദേഹം കുറ്റകരമായ ഒരു മൗനം ഇപ്പോഴും തുടരുന്നത്? ഞാൻ ഇന്ന് രാവിലെ സംസാരിച്ചപ്പോൾ അദ്ദേഹം റിഹേഴ്സൽ ക്യാമ്പിൽ, നിങ്ങൾക്കറിയാം 17-ാം തീയതി റിഹേഴ്സൽ തുടങ്ങുമ്പം അദ്ദേഹത്തിന് വയ്യാതെ അദ്ദേഹം അമൃത ഹോസ്പിറ്റലിലായിരുന്നു. 18-ാം തീയതിയും 19-ാം തീയതി അദ്ദേഹം റിഹേഴ്സൽ ക്യാമ്പിലുണ്ട്. 20-21 അദ്ദേഹം ഷൂട്ടിലുണ്ട്. ഇന്ന് രാവിലെ ഞാൻ സംസാരിക്കുമ്പോൾ ഈ വിഷയങ്ങളുമായിട്ട് സംസാരിച്ച് അടിയന്തര പ്രാധാന്യമുള്ള അദ്ദേഹം തന്നെ എന്നെ വിളിക്കുകയായിരുന്നു. അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ, ജയ എനിക്കിന്ന് മാധ്യമങ്ങളെ കാണാൻ പറ്റില്ല, കാരണം എൻ്റെ വൈഫിൻ്റെ ഒരു സർജറി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഹോസ്പിറ്റലാണ്. എവിടെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ, എനിക്ക് തോന്നുന്നത് ചെന്നൈ ആണോന്ന് സംശയമുണ്ട്. അപ്പം അതുകൊണ്ടിട്ടാണ് അദ്ദേഹം കാണാത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ അറിവാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇതിന് ശേഷം ഞാൻ കാണാം. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹം മറ്റന്നാൾ നമ്മുടെ ചൊവ്വാഴ്ച എക്സിക്യൂട്ടീവിൻ്റെ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം കാണുമായിരിക്കണം. കാരണം എന്നോട് കാണുമെന്നോ കാണില്ലയോ എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം കാണാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമുക്ക് ചോദിക്കാൻ പറ്റില്ലോ എന്നാ കാണുന്നെന്നുള്ളത് എനിക്ക് ചോദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം കാണാതിരിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം തുടരുന്ന മൗനം, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യത്തിലേക്ക് ഞാൻ തിരിച്ചൊന്ന് കൊണ്ടുപോവുകയാണ് ശ്രീ ജയൻ ചേർത്തലേ. അതായത് സിനിമയ്ക്കുള്ളിൽ തീരുമാനങ്ങൾ എടുക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് മോഹൻലാൽ. താരസംഘടനയുടെ പ്രസിഡന്റ് എന്ന രീതിയിൽ മാത്രമല്ലല്ലോ ജനങ്ങൾ അദ്ദേഹത്തെ കാണുന്നത്. ഇതുപോലെ വളരെ സെൻസിറ്റീവായ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ച് അവർ കൃത്യമായി തുറന്നു പറഞ്ഞ, അതിൽ ലൈംഗിക ചൂഷണം അടക്കമുണ്ട്, കേസെടുക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. അതിലൊക്കെ ഒരു നിലപാട് പ്രഖ്യാപിക്കേണ്ട വ്യക്തിയുടെ അസാന്നിധ്യം അത് ഈ 6 ദിവസമായി നമ്മൾ കാണുകയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു വോയിസ് നോട്ടായുള്ള ഒരു പ്രതികരണം നടത്താം, അല്ല എങ്കിൽ അദ്ദേഹം വിളിക്കുന്ന ഇടത്തേക്ക് മാധ്യമപ്രവർത്തകരെത്തും, അങ്ങനെ ഒരു പ്രതികരണം നടത്താം, അതിന് തയ്യാറാകാതെ അദ്ദേഹം മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? കുറ്റബോധം കൊണ്ടാണ്? അല്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിന് കുറ്റബോധത്തിൻ്റെ കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം പ്രതികരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാര്യം നിങ്ങൾക്കറിയാം, നമുക്ക് അദ്ദേഹം ഇവിടെയില്ല, നാട്ടിലില്ല, അദ്ദേഹം വേറൊരു സ്ഥലത്താണുള്ളത്, അദ്ദേഹം ഒരു ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് എന്നോട് അദ്ദേഹം തുറന്നു പറയുമ്പം അവിടെ അതിനല്ല പ്രയോറിറ്റി. നമുക്ക് ഇപ്പം ചാനലിൽ വരുമെന്ന് ഞാൻ എങ്ങനെയാണ് പറയുന്നത്? നിങ്ങളാണേലും പറയാൻ പറ്റുമോ? അതൊന്ന് ആലോചിച്ച് നോക്കൂ.